നമസ്കാരം. മോദി നയിക്കുന്ന ബി.ജെ.പി. കേരളത്തിൽ വേരൂന്നിയത് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പിണറായി സർക്കാരിനും കൂട്ടർക്കും. കോർപ്പറേഷനിലെ കുത്തക പിടിച്ചെടുത്തതോടെ വല്ലാത്ത ചൊറിച്ചിലാണ് സർക്കാരിന്റെ പക്ഷത്തുള്ളവർക്ക്. അവർ കോർപ്പറേഷനുള്ളിൽ കാണിച്ചുകൂട്ടിയ അഴിമതികളും കെടുകാര്യസ്ഥതയും കണ്ടില്ലെന്ന് നടിച്ചിരുന്നുവെങ്കിൽ ഒരു വിധത്തിലുള്ള പരാതിയും പരിഭവമില്ലാതെ മുന്നോട്ടു പോകുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനവുമായി മേയർ വി രാജേഷ് എത്തിയത്. മേയറുടെ ഈ നീക്കം അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷത്തിന് കല്ലുകടിയായിരിക്കുകയാണ്. ഗണേഷിനെ കൊട്ടിയത് തീരെ പിടിക്കാതായിരിക്കുകയാണ്. ഇപ്പോ അതാ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്നാണ് മന്ത്രിയുടെ പക്ഷം. വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം വന്നത്. ഈ ബസ്സുകൾ നഗരപരിധിയിൽ മാത്രം ഓടിയാൽ മതിയെന്നും ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നുമായിരുന്നു മേയർ വി രാജേഷ് പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടായിരുന്നു മന്ത്രിയുടെ ഇങ്ങനെയുള്ള ഒരു പ്രതികരണം. കേന്ദ്രത്തിന്റെ വക തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയതാണ് 113 ബസ്സുകൾ. ഈ ബസ്സുകൾ കിട്ടിയതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനും KSRTCയും തമ്മിൽ ഒരു ധാരണയിലെത്തിയിരുന്നു. അത് ബസ്സുകളുടെ സർവീസിനെ കുറിച്ചും നിരക്കിനെ കുറിച്ചും ഒക്കെയായിരുന്നു. എന്നാൽ ആന്റണി രാജു പോയി KB ഗണേഷ് കുമാർ എത്തിയതോടെ എല്ലാ കരാറുകളും കാറ്റിൽ പറത്തുകയായിരുന്നു. ഈ ചട്ടലംഘനം അന്നേ BJP ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും ഗണേഷ് കുമാർ അന്നത് വകവച്ചിരുന്നില്ല, അല്ലെങ്കിൽ ചെവിക്കൊണ്ടിരുന്നില്ല. അതാണ് ഇപ്പോ BJP ഭരണം കൈയേറിയപ്പോൾ പണിയായത്. തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ശിവൻകുട്ടിക്ക് മേയറുടെ നീക്കം കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതൊക്കെയാണേലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധി മാനിക്കുന്നു എന്നും പറയുന്നുണ്ട് ശിവൻകുട്ടി. കാര്യങ്ങൾ ഇവിടെയും കൊണ്ടുതീരുന്നില്ല. പ്രധാനമന്ത്രി വരുമ്പോൾ തങ്ങൾക്കും ആവശ്യം ഉന്നയിക്കാനുണ്ട് എന്നാണ് ശിവൻകുട്ടി. പ്രതിപക്ഷം എന്ന നിലയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കും. തെരുവ് നായ ശല്യം ഒഴിവാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് മേയർക്ക് കത്തു നൽകണമെന്നും മന്ത്രി ശിവൻകുട്ടി പറയുന്നു. PM ശ്രീ ഇടതുമുന്നണി യോഗത്തിൽ വിമർശനമുണ്ടായി എന്ന വാർത്ത എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല പോലും. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരം എന്നത് ചില വാർത്തകൾ കണ്ടുവെന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവും ഇല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. ആരുടെയെങ്കിലും കുറവ് കൊണ്ടല്ല തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉണ്ടായത്. ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള പ്രചരണം എന്നാണ് ശിവൻകുട്ടിയുടെ കണ്ടുപിടുത്തം. കോൺഗ്രസ് RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുകയാണെന്നും LDFനെ തോൽപ്പിക്കാൻ പച്ചയായ വോട്ടുകച്ചവടം നടത്തുന്നുവെന്നും പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും ആരും BJPയിലേക്ക് പോയിട്ടില്ല. മുരളീധരന്റെ വീട്ടിൽ നിന്നാണ് BJP കോൺഗ്രസ് പാലമെന്നും മന്ത്രി ആരോപിക്കുന്നുണ്ട്. PM ശ്രീ ഇപ്പോൾ നടപ്പാക്കുന്നില്ല, അതിനാൽ ഉടൻ സമിതി ചേരേണ്ട കാര്യവുമില്ല. നഗരസഭാ കെട്ടിടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ പരിശോധിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കോർപ്പറേഷന്റെ അധികാരങ്ങളും സർക്കാർ അധികാരങ്ങളും തിരിച്ചറിയണം. തനിക്കെതിരെ ഇപ്പോൾ സൈബർ ആക്രമണമില്ല, അതിൽ തനിക്ക് സങ്കടമില്ല എന്നാണ് ശിവൻകുട്ടിയുടെ നിലപാട്. എത്ര കിട്ടിയാലും പഠിക്കാത്ത മന്ത്രി എന്നേ ശിവൻകുട്ടിയെ കുറിച്ച് പറയാനുള്ളൂ.